Hi friends, welcome back to Kanz World. ഇന്നും അച്ഛനും മോനും ഒരുമിച്ചാണ്. ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താന്ന് പറ ആദികുട്ട? എന്താ ഹാപ്പി ന്യൂസ്? ഒരു ഹാപ്പി ന്യൂസ് അതേ അവനറിയാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഹീലിയം മൈനർ. ഫൈനലി നമ്മളുടെ ഹീലിയം മൈനർ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സെൻസ്കാപ്പിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ഓർഡർ ചെയ്ത ഈ ഒരു ഹീലിയം മൈനർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഇതാണ്ട് ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്തതാണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇന്നിത് അൺബോക്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു 8 dBയുടെ എങ്കിലും ഒരു എന്താ പറയുക ആൻറ്റിന വേണം. പക്ഷേ ഇന്ന് ആ ആൻറ്റിന ഇല്ല. ആ ആൻറ്റിന വരുമ്പോൾ നമ്മളത് കണക്ട് ചെയ്തിട്ട് മൊത്തം സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ലെറ്റ്സ് അൺബോക്സ്. ഓക്കേ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവരുടെ ഈ ഒരു ഷിപ്മെൻറ്റിൽ വളരെ ഹാപ്പിയാണ്. DHL ഫാസ്റ്റ് ഷിപ്മെൻറ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദുബായിലെത്തുമ്പോൾ ഇവിടെ നമുക്ക് ഫോണിലായിട്ട് കാണാൻ സാധിക്കും. DHLൻ്റെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 207 ദിറംസ് കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് തന്നെ നമ്മളുടെ ഈ ഒരു ഡിവൈസ് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഫൈനലി സി സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊരു ബ്രൗഷർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡിവൈസാണ് നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫൈനലി ഓപ്പൺ ചെയ്യാണ് സെൻസ്കാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻസ്ട്രക്ഷൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തത് എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ നമ്മൾ സൈറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. സോ ഫൈനലി ഈ കാണുന്നതാണ് നമ്മുടെ സെൻസ്കാപ്പിൻ്റെ ഡിവൈസ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെൻസ്കാപ്പിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാം. ഇതൊരു അലൂമിനിയം ബോഡി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ബട്ടൺ 5 വോൾട്ട് 3 ആമ്പ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ 5 വോൾട്ട് 3 ആമ്പിൻ്റെ നമുക്ക് പവർ ഇൻപുട്ട് USB-C ആണ്. പിന്നെ നമുക്ക് എതർനെറ്റ് കേബിളിൻ്റെ ഒരു പോർട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇയർ വെൻറ്റും പിന്നെ ആൻറ്റിന കണക്ട് ചെയ്യുന്ന പോർട്ടൊക്കെ ഉണ്ട്. ബേസിക്കലി ഒരു സിമ്പിൾ ഡിവൈസാണ്. സോ അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു ആൻറ്റിനയാണ്. ആൻറ്റിന ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ളത് നോർമൽ ആൻറ്റിനയാണ്. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്ത് 8 dBi വെക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ലൊക്കേഷൻ അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ഡിവൈസ് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഇത് അറ്റാച്ച് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ നിൽക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡിവൈസ് ഡാമേജ് ആവും. അതിന് വാറണ്ടി ഒരിക്കലും കവർ ആവത്തില്ല. ഇൻ കേസ് വാറണ്ടി കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പാടാണ് നമുക്ക് ഈ ഒരു ഡിവൈസ് കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഷിപ്മെൻറ്റും സംഭവമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഇതിന് വാറണ്ടി കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഫൈനലി നമുക്കിതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു USB-C പോർട്ട്, 5 വോൾട്ട്സിൻ്റെ ഒരു USB-C പോർട്ട് പവർ അഡാപ്റ്ററാണ്. അപ്പോൾ ഇതും സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ആൻഡ് പ്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. സോ നമ്മളുടെ യൂസർ മാനുവൽ പറയുന്ന പ്രകാരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഹീലിയം മൈനറിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹീലിയം വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം പോകുന്നത് നമ്മളുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആ ഒരു ഹീലിയം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പേജിൽ വെൽക്കം ടു ഹീലിയം, ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് അക്കൗണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഫോണിൽ നിന്നാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സെക്കൻഡറി ഫോണിലേക്ക് ഞാൻ ആ ഒരു അക്കൗണ്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 വേർഡ്സ് ജനറേറ്റ് ആക്കും. ആ ഒരു വേർഡ്സ് ആണ് നിങ്ങളുടെ ഹീലിയം അക്കൗണ്ടിൻ്റെ
യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്നത് അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. അതൊരിക്കലും വേറെ ആളുടെ കയ്യിൽ എത്താൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അത് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഞാൻ അതല്ല ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് വേർഡ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർഡ് അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ വേർഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ അതെല്ലാം എൻ്റർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നൊരു ഓപ്ഷൻ, നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ വേർഡും ഒന്നുകൂടെ റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് സീഡ് ഫ്രേസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകും. അവസാനമായിട്ട് നമുക്കൊരു സെക്യൂരിറ്റി കോഡ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്തായാലും അത് ചെയ്യാം. ഇനി നമ്മളുടെ ആ ഒരു അക്കൗണ്ട് പേജിലേക്ക് പോകുമ്പോൾ എനിക്കിവിടെ കാണാം നമ്മളുടെ ഈ അക്കൗണ്ടിലായിട്ട് ഒരു $22 ഇവിടെ ഉണ്ട്. മുമ്പുണ്ടായിരുന്ന ട്രാൻസാക്ഷൻസൊക്കെ എനിക്കിവിടെ കാണാം. പക്ഷേ ഞാൻ ഇതുവരെ നമ്മളുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒരു ഹോട്ട്സ്പോട്ടും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നമ്മളുടെ ഹോട്ട്സ്പോട്ട് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് പോവാം. സ്റ്റേറ്റ്. സോ കണക്റ്റിംഗ് ദ ആൻറ്റിന. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മളുടെ ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്തു. ഇവിടെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ലൈറ്റ് കാണാൻ സാധിക്കും ഇത് കണക്ട് ചെയ്ത സമയത്ത് തന്നെ. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാം. ഒരു LED ലൈറ്റ്, ഒരു ബ്ലൂ LED ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് 5 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട്, ആഡ് എ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് ഹോട്ട്സ്പോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ സെൻസ്ക്യാപ്പ് N1 എന്ന് പറയുന്ന ഹോട്ട്സ്പോട്ടാണ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസൊക്കെ ഇവർ പറയുന്നുണ്ട്, എവിടെയാണ് നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം റീഡ് ചെയ്തു എന്നുള്ള ഐ ഹാവ് റീഡ് ദ ഗൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പവർ അപ്പിൻ്റെ ഒരു കൺഫർമേഷൻ വരും, അത് നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് ഓണാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കാൻ ഫോർ മൈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പം സ്കാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ സെൻസ്ക്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അത് പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും നമ്മളുടെ വൈഫൈ നെറ്റ്വർക്കാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എതർനെറ്റ് കണക്ട് ചെയ്യാനാണ് ഓൾവേസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ സ്റ്റേബിൾ കണക്ഷൻ. ഇനിയിപ്പോൾ നമ്മളുടെ ഹോട്ട്സ്പോട്ട് ലൊക്കേഷൻ സെറ്റപ്പ് ചെയ്യണം. ആസ്ക് ഫോർ പെർമിഷൻ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനുവലി ആ ഒരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം സെറ്റ് ലൊക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ ആൻറ്റിനയുടെ ഡീറ്റെയിലും ഒക്കെ അറിയാൻ പറ്റും. ഞാൻ എന്തായാലും അത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ലൊക്കേഷൻ ഫീ ആയിട്ടൊരു $10 കൊടുക്കണം. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ട്, നമുക്കിനി അത് പേ ചെയ്യേണ്ട ആവശ്യമില്ല. So let me register the hotspot. That's it guys. Now you need to place your device wherever is suitable for your location. So now I am just waiting for the device to be registered. Okay guys, അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു ഡിവൈസിന് ഇവിടെ UAE-യിൽ ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ക്രിപ്റ്റോ മൈനിങ് ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അപ്പാർട്ട് ഫ്രം ക്രിപ്റ്റോ മൈനിങ്, നമ്മുടെ ഈ ഒരു ഹീലിയൻ ഡിവൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇന്നേ ദിവസം വരെ എൻ്റെ അറിവിലുള്ളത് ഹീലിയൻ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്നതിനെതിരെ ഒരു റെഗുലേഷൻസ് ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ ഇത് ഫിക്സ് ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെൻറ് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യുക. ഇഫ് നീഡഡ് അവരുടെ ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക. വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കയ്യിൽ കരുതുക. ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. ഒരാളുടെ വീഡിയോ കണ്ട് നമ്മൾ ആ ഒരു ഇത് സംഭവം ചെയ്തു എന്ന് മാത്രം നമ്മൾ മനസ്സിൽ വിചാരിക്കരുത്. പക്ഷേ നമ്മൾ ഒരു ഡിവൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിവൈസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ എല്ലാ റിസർച്ച് നമ്മൾ തന്നെ ചെയ്തിരിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി
അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻസൊക്കെ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ 8 dB ആൻറ്റിനയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് സജീവ് സൈനിങ് അപ്പ്. Bye bye.